ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സ്വിസ്ബെറി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ നഗറ്റ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ നഗറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണല്ലോ. പുറത്തൊക്കെ പോയി നമ്മളിത് വാങ്ങുകയാണെങ്കിൽ ഒരുപാട് വിലയൊക്കെ ആവും. അപ്പോൾ നമുക്കത് വിശ്വസിച്ച് കൊടുക്കാനും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് വീട്ടിൽ ഇതെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഇത് നല്ല ക്രിസ്പിയാണ്. കണ്ടോ, സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. എന്നാൽ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ്. കണ്ടോ ഉള്ളിലെ പോർഷൻ. അപ്പോൾ പ്രിപ്പറേഷനിലേക്ക് പോകുന്നതിന് മുൻപ് പറയാനുള്ളൊരു ചെറിയ കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബിന് തൊട്ടായിട്ട് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് എനാബിൾ ചെയ്താലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ്. ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ശേഷം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി തുടച്ച് കളഞ്ഞതിന് ശേഷം ഒന്ന് അരച്ചെടുത്തതാണ്. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്ത ചിക്കനാണ്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇതിൽ പാടില്ല. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തത് ടീസ്പൂൺ അളവാണ്. കുറച്ച് ഒറിഗാനോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം ഒറിഗാനോ ഇല്ലെങ്കിൽ ചേർക്കണ്ട. കുറച്ച് ഗരം മസാലയോ അങ്ങനെ എന്തെങ്കിലും ചേർത്താലും നല്ലതാണ്. നമുക്കൊരു ഇന്ത്യൻ ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇട്ടിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി മുളക് പൊടിയൊക്കെ എല്ലായിടത്തും എത്തുന്നത് പോലെ നന്നായി മിക്സ് ആക്കാം. ഇപ്പം നന്നായി കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു ലെമൺ സൈസ്, ഏകദേശം ഒരു ലെമൺ സൈസ് ബോൾസ് വീതം എടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ച് അമർത്തി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സ്ക്വയർ ഷേപ്പാണ് കൊടുക്കുന്നത്. ഞാനെടുത്ത ചിക്കനിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. നിങ്ങൾ ഇനി എടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ചൊരു എണ്ണ, ഏതെങ്കിലും ഒരു എണ്ണ, എന്തെങ്കിലും ഒരു ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം എല്ലാതും ഞാനിവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ടോ അങ്ങനെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് വേണം നമുക്ക്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ചിക്കൻ്റെ നഗറ്റ്സും ഇതിൽ നിന്നും എടുത്തിട്ട് ഒരു പ്രാവശ്യം നമ്മുടെ എഗ്ഗിൽ മുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ശേഷം വീണ്ടും നമുക്ക് ഈ എഗ്ഗിലൊന്ന് മുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ വീണ്ടും മുക്കുക. അതായത് നമ്മൾ 2 പ്രാവശ്യം 2 കോട്ടിങ് കൊടുക്കണം ഇതിന്. നെക്സ്റ്റ് അതേപോലെ തന്നെ ആദ്യം എഗ്ഗിലൊന്ന് മുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ, വീണ്ടും എഗ്ഗിൽ ഒരു പ്രാവശ്യം കൂടി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഓരോ ചിക്കനും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാതും ദേ ഇവിടെ ബ്രെഡിലും അതുപോലെ തന്നെ എഗ്ഗിലും കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങളുടെ ചോയ്സുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആവുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
നമ്മുടെ ചിക്കൻ നഗറ്റ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതൊക്കെ കോരിയാണ്. കണ്ടോ ഈ ഒരു കളറ്? അപ്പോൾ നമ്മുടെ ചിക്കൻ നഗറ്റ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ആകെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗരം മസാല അങ്ങനത്തെയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റിയും ജ്യൂസിയാണ് അതിൻ്റെ ഉൾവശം, എന്നാൽ പുറത്ത് നല്ല ക്രിസ്പിയാണ്. അങ്ങനത്തെ നല്ല സൂപ്പർ ടേസ്റ്റി നഗറ്റ് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിന് മുൻപായിട്ട് പറയാനുള്ള ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം.